നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി എത്രയോ തവണ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പരീക്ഷിച്ചിട്ടുണ്ട്, എന്നിട്ടും യാതൊരു ഫലവും ലഭിക്കാതെ നിരാശരായിട്ടുണ്ടോ? എല്ലാം ശരിയായി ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോഴും കൃത്യമായി വിഷ്വലൈസ് ചെയ്യുകയും അഫർമേഷൻസ് പറയുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രം യാഥാർത്ഥ്യമാകാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലരും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചും വീഡിയോകൾ കണ്ടും ഈ പ്രപഞ്ച നിയമത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുന്നു, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതിവെക്കുന്നു, ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി അവിടെ നോക്കി ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതായി സങ്കൽപ്പിക്കുന്നു. എന്നിട്ടും ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമ്മളിൽ നിന്നും ഒരുപാട് അകലെയാണെന്ന് നാം തിരിച്ചറിയുന്നു. പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ വലിയ പരിശ്രമങ്ങളൊന്നുമില്ലാതെ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് വെറുമൊരു തട്ടിപ്പാണോ എന്ന്. എന്നാൽ സത്യം അതല്ല. ഇതൊരു മാന്ത്രിക വിദ്യയോ ഭാഗ്യമോ അല്ല. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ശാസ്ത്രീയമായ ഒരു പ്രപഞ്ച നിയമമാണിത്. ഒരു ആപ്പിൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഗുരുത്വാകർഷണമുള്ളതുകൊണ്ടാണ്. അത് ഒരിക്കലും മുകളിലേക്ക് പോകില്ല. ആ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിയമത്തിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല, മറിച്ച് അത് പ്രയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ ചെറിയ ചില തെറ്റായ ചിന്തകളോ ശീലങ്ങളോ ആകാം ഈ പ്രപഞ്ചശക്തിയെ നമ്മിലേക്ക് എത്തുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത്. നമ്മൾ പ്രസരിപ്പിക്കുന്ന ഊർജ്ജത്തിന് അല്ലെങ്കിൽ വൈബ്രേഷന് എന്തൊക്കെയോ തകരാറുകളുണ്ട് എന്നാണ് അതിനർത്ഥം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് കൃത്യമായി ഈ വിഷയമാണ്. എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പരാജയപ്പെടുന്നത്? നിങ്ങളെപ്പോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ സാധാരണയായി വരുത്തുന്ന ആ വലിയ 5 തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഈ 5 പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് ശക്തമായി തുറന്നുവിടാനുള്ള ഒരു മികച്ച അവസരമായി ഇതിനെ കാണുക. ഒന്നാമത്തെ കാരണം അമിതമായ ആഗ്രഹവും അതുമൂലമുണ്ടാകുന്ന നിരാശയുമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ അത് ലഭിക്കാൻ വേണ്ടി ഈ നിയമങ്ങളൊക്കെ പരീക്ഷിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അമിതമായ ആഗ്രഹം ഒരു തെറ്റാകുന്നത്? നമ്മൾ ഒരു കാര്യം വല്ലാതെ ആഗ്രഹിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും കിട്ടിയേ തീരൂ എന്ന് വാശി പിടിക്കുമ്പോൾ അത് ലഭിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം തകർന്നുപോകും എന്നൊരു ഭയം നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ രൂപപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നല്ല ശമ്പളമുള്ള ഒരു ജോലി നിങ്ങൾക്ക് അത്യാവശ്യമായി വേണമെന്ന് കരുതുക. നിങ്ങൾ അതിനായി രാവും പകലും പ്രാർത്ഥിക്കുന്നു, ജോലി ലഭിച്ചതായി വിഷ്വലൈസ് ചെയ്യുന്നു. പക്ഷെ ഓരോ നിമിഷവും എനിക്ക് ജോലിയില്ലല്ലോ, എന്റെ കയ്യിൽ പണമില്ലല്ലോ, ബാങ്ക് ബാലൻസ് കാലിയാണല്ലോ എന്ന ഒരു ഭീകരമായ കുറവ് അല്ലെങ്കിൽ ഇല്ലായ്മ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്താണോ വായകൊണ്ട് ചോദിക്കുന്നത് അതിനനുസരിച്ചല്ല, മറിച്ച് നിങ്ങൾ ഏത് വൈബ്രേഷനിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ്. എനിക്കിതില്ല എന്ന തോന്നൽ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കിത് വേണമെന്ന് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുമ്പോൾ പ്രപഞ്ചം പ്രതികരിക്കുന്നത് നിങ്ങളുടെ ഇല്ലാത്ത അവസ്ഥയോടാണ്. നിങ്ങളുടെ ഇല്ലായ്മയുടെ വൈബ്രേഷനാണ് അവിടെ കൂടുതൽ ശക്തമായി നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഇല്ലായ്മകൾ തന്നെ പ്രപഞ്ചം വീണ്ടും വീണ്ടും തിരികെ നൽകും. ഒരു കൈയിൽ മണൽ വാരിയെടുത്ത് നമ്മൾ അത് മുറുക്കിപ്പിടിച്ചാൽ ആ മണൽ വിരലുകൾക്കിടയിലൂടെ ഊർന്നുപോകും. എന്നാൽ കൈപ്പത്തി തുറന്നു പിടിച്ചാൽ ആ മണൽ അവിടെ തന്നെ ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. ഒരു കാര്യം ആവശ്യപ്പെട്ടതിനു ശേഷം അതിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനെയാണ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. അതെപ്പോൾ വരും, എങ്ങനെ വരും എന്ന് ചിന്തിച്ച് തലപുകയ്ക്കരുത്. അതെനിക്ക് തീർച്ചയായും ലഭിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ശാന്തമായി ഇരിക്കാൻ കഴിയണം. ഈ വിട്ടുകൊടുക്കൽ ഇല്ലാത്തതുകൊണ്ടാണ് പലരുടെയും ആഗ്രഹങ്ങൾ പാതിവഴിയിൽ തകർന്നു പോകുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ തെറ്റ് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെയുള്ള വെറും സ്വപ്നം കാണൽ മാത്രമാണ്. പലരും വിചാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ വെറുമൊരു കുറുക്കുവഴിയാണ് എന്നാണ്. ഒരു മുറിയിൽ അടച്ചിരുന്ന് കോടീശ്വരനാകുന്നതായി സങ്കൽപ്പിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിച്ചതായി ഡയറിയിൽ എഴുതിവെച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം പ്രപഞ്ചം നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ കൊണ്ടുവന്നു തരും എന്ന് ചിന്തിക്കുന്നത് വലിയൊരു അബദ്ധമാണ്. വിഷ്വലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ അത് സഹായിക്കും. എന്നാൽ ഭൗതികമായ ഈ ലോകത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ കർമ്മം അഥവാ പ്രവൃത്തി അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബിസിനസിനെക്കുറിച്ച് പഠിക്കാനും പുതിയ സ്കില്ലുകൾ വളർത്തിയെടുക്കാനും അതിനുവേണ്ട ആളുകളെ കണ്ടെത്താനും നിങ്ങൾ തയ്യാറാകണം. ഇതിനെയാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ്.
നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ചെറിയ ചെറിയ ചുവടുവെപ്പുകൾ നിങ്ങൾ ദിവസവും നിരന്തരം നടത്തേണ്ടതുണ്ട്. നമ്മൾ ഒരിടത്ത് തന്നെ അനങ്ങാതെ ഇരുന്നുകൊണ്ട് പ്രപഞ്ചമെല്ലാം കൊണ്ടുവന്നു തരും എന്ന് കരുതിയാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ കൊണ്ടുവന്നു തരും, പുതിയ ആശയങ്ങൾ നൽകും, ശരിയായ ആളുകളെ നിങ്ങളുടെ മുന്നിലെത്തിക്കും. പക്ഷേ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ മാത്രമാണ് പ്രപഞ്ചം 10 ചുവട് നിങ്ങൾക്ക് നേരെ വരുന്നത്. പ്രവൃത്തിയില്ലാത്ത സ്വപ്നങ്ങൾ വെറും മരീചിക മാത്രമാണ്. അതുകൊണ്ട് സ്വപ്നം കാണുന്നതിനൊപ്പം തന്നെ അതികഠിനമായ എന്നാൽ ലക്ഷ്യബോധമുള്ള പ്രവൃത്തികൾ കൂടി ചെയ്യുക. മൂന്നാമത്തെ കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ചില പരിമിതമായ വിശ്വാസങ്ങളാണ്. ഇതൊരുപക്ഷെ പലരും തിരിച്ചറിയാത്ത ഒരു വില്ലനാണ്. നമ്മുടെ ബോധമനസ്സ് എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കും. ധാരാളം പണം സമ്പാദിക്കണം, വലിയ വീട് വെക്കണം, ലക്ഷറി കാർ വാങ്ങണം, ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, സമൂഹം എന്നിവർ ചെറുപ്പം മുതൽ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുള്ള ചില വിശ്വാസങ്ങൾ ഈ ആഗ്രഹങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കും. പണം സമ്പാദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണക്കാർ എല്ലാവരും സ്വാർത്ഥരും ചീത്ത ആളുകളുമാണ്. പണം എല്ലാ തിന്മകൾക്കും കാരണമാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് ഒരിക്കലും വലിയ നിലയിലെത്താൻ കഴിയില്ല എന്നിങ്ങനെയുള്ള വലിയ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരുറപ്പിച്ചു കിടപ്പുണ്ടാകും. നിങ്ങൾ പുറമെ ബോധപൂർവം എത്ര പോസിറ്റീവായി ചിന്തിച്ചാലും ഉള്ളിന്റെയുള്ളിൽ ഈ നെഗറ്റീവ് വിശ്വാസങ്ങൾ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. കാരണം ഉപബോധ മനസ്സിന്റെ ശക്തി ബോധമനസ്സിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വലുതാണ്. പണത്തെ വെറുക്കുന്ന ഒരു ഉപബോധ മനസ്സ് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് പണത്തെ ആകർഷിക്കാൻ കഴിയുക? അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ഇത്തരം അദൃശ്യമായ തടസ്സങ്ങളെ കണ്ടെത്തുക എന്നതാണ്. നിങ്ങളുടെ സ്വന്തം കഴിവുകളെക്കുറിച്ചും പണത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും നിങ്ങൾക്കുള്ള പഴയകാല നെഗറ്റീവ് വിശ്വാസങ്ങളെ മാറ്റി പുതിയ പോസിറ്റീവായ വിശ്വാസങ്ങൾ അവിടെ ഉറപ്പിക്കണം. ഇതിനായി സ്ഥിരമായി ശാന്തമായ അവസ്ഥയിലിരുന്ന് പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ പ്രോഗ്രാമിംഗ് മാറ്റിയെഴുതാതെ പുറമെ എന്ത് പ്രയോഗങ്ങൾ നടത്തിയാലും അതൊന്നും ഫലം കാണില്ല. നാലാമത്തെ കാരണം നിലവിൽ നമുക്കുള്ള കാര്യങ്ങളോട് യാതൊരു നന്ദിയുമില്ലാത്ത അവസ്ഥയാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ പരാജയപ്പെടുന്നതിലെ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. പലരും അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എനിക്ക് നല്ലൊരു ജോലിയില്ല, എന്റെ ആരോഗ്യം മോശമാണ്, എന്റെ കയ്യിൽ പണമില്ല, എന്റെ ജീവിതം ദുരിതപൂർണമാണ് എന്ന് എപ്പോഴും വിലപിക്കുന്നവർ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നിരന്തരം പരാതിപ്പെടുമ്പോൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്നത് വളരെ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ഊർജ്ജമാണ്. ഈ നെഗറ്റീവ് അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എത്ര വലിയ പോസിറ്റീവ് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടില്ല. കാരണം സമാനമായ ഊർജ്ജങ്ങളെയാണ് പ്രപഞ്ചം ഒന്നിപ്പിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളോടും തികഞ്ഞ നന്ദി കാണിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്ന വായു, ഇന്ന് കഴിക്കാൻ ലഭിച്ച ഭക്ഷണം, നിങ്ങളുടെ നല്ല ആരോഗ്യം, നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ, കുടുംബം, അങ്ങനെ എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി മാത്രമായി ഈ ലോകത്തുണ്ട്. ഇതൊന്നുമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ പെട്ടെന്ന് തന്നെ വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് മാറുന്നു. ഉള്ളതിനോട് നന്ദി കാണിക്കുന്നവർക്ക് പ്രപഞ്ചം കൂടുതൽ വാരിക്കോരി നൽകും എന്നതാണ് നിയമം. നന്ദിയുള്ള ഒരു ഹൃദയം ഒരു കാന്തം പോലെയാണ്. അത് കൂടുതൽ നല്ല കാര്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ പരാതികൾ പൂർണ്ണമായും അവസാനിപ്പിച്ച് നന്ദിയുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക. അഞ്ചാമത്തെയും അവസാനത്തെയും കാരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റിലൂടെ പങ്കുവയ്ക്കുക. അഞ്ചാമത്തെ കാരണം തുടർച്ചയില്ലായ്മയും വളരെ വേഗത്തിൽ പിന്മാറുന്ന സ്വഭാവവുമാണ്. പലരും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് വലിയ ആവേശത്തോടെയായിരിക്കും. അവർ പുതിയ ഡയറികൾ വാങ്ങും, വിഷൻ ബോർഡ് ഉണ്ടാക്കും. ആദ്യത്തെ 2 ആഴ്ച അവർ കൃത്യമായി വിഷ്വലൈസ് ചെയ്യും, അഫർമേഷൻസ് പറയും. എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ തന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ലല്ലോ, ആഗ്രഹിച്ച പണമോ ജോലിയോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വളരെ വേഗം നിരാശരായി എല്ലാം ഉപേക്ഷിക്കും. ഇതൊരു തെറ്റായ രീതിയാണ്. ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ പിറ്റേ ദിവസം തന്നെ അത് വലിയൊരു മരമാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് മണ്ണിൽ കിടന്ന് മുളയ്ക്കാനും വേരുകൾ ആഴ്ന്നിറങ്ങാനും പുറത്തേക്ക് വന്ന് വളരാനും അതിൻ്റേതായ കൃത്യമായ സമയമെടുക്കും. ചില മരങ്ങൾ വേഗം വളരും, ചിലത് വർഷങ്ങളെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും. പ്രപഞ്ചത്തിന് അതിൻ്റേതായ ഒരു കൃത്യമായ സമയമുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയുന്നത്, അപ്പോൾ മാത്രമേ അത് നിങ്ങളുടെ മുന്നിലെത്തുകയുള്ളൂ.
ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വലിയൊരു ലക്ഷ്യമായിരിക്കാം. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് മുൻപ് നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ടാകും. അതിനാൽ ചില ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾ കൂടുതൽ അകന്നു പോവുകയാണോ എന്നുപോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അതിലും വലിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പരിശീലനമാണ്. സ്വർണം തീയിലിട്ട് ഉരുക്കുമ്പോൾ മാത്രമാണ് അതിലെ മാലിന്യങ്ങൾ മാറി അത് ശുദ്ധമാകുന്നത്. ഈ സമയത്ത് ക്ഷമയോടുകൂടി വിശ്വാസം ഒട്ടും കൈവിടാതെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയണം. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് പ്രപഞ്ചം എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന ചിന്ത പാടില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും പോസിറ്റീവായ ചിന്തകൾ തുടരുകയും ചെയ്യുക. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ഇളകാത്ത പാറ പോലെ നിങ്ങളുടെ വിശ്വാസം ഉറച്ചു നിൽക്കണം. ചുരുക്കത്തിൽ, ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. അതൊരു സമ്പൂർണമായ ജീവിത രീതിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളെയും വികാരങ്ങളെയും പുറത്തുള്ള നിങ്ങളുടെ പ്രവൃത്തികളെയും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിക്കുന്ന ശക്തമായ പ്രക്രിയ. അമിതമായ നിരാശയും ആഗ്രഹവും ഒഴിവാക്കുക. ലക്ഷ്യബോധത്തോടെ ഓരോ ദിവസവും പ്രവർത്തിക്കുക. ഉപബോധ മനസ്സിലെ പരിമിതികളെ ഇല്ലാതാക്കുക. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളതിനോട് പൂർണ്ണ മനസ്സോടെ നന്ദി കാണിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളിലേക്ക് തന്നെ ആകർഷിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. മാറ്റങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കട്ടെ. ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ.